ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പുതിയ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. യൂണിറ്റ് 5. ഓക്കെ, ഹെഡിങ് കൊടുക്കാം. ബ്രീഫ് കൺസെപ്റ്റ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. ഹെഡിങ് കൊടുക്കുക. ബ്രീഫ് കൺസെപ്റ്റ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ മെറ്റബോളിസം ഓഫ് proteins, carbohydrates and lipids. Okay, the main heading. In that subheading കൊടുക്കുക metabolism of proteins. Subheading metabolism of proteins. Okay, എന്താന്ന് നോക്കാം. That protein metabolism is the chemical cycle of breaking down protein in bracket catabolism and using the components to synthesizing in bracket anabolism new molecules to be used in the body. The process is also known as proteometabolism. Metabolism എന്താന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഓൾറെഡി അനാട്ടമിയിൽ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ പ്രോട്ടീൻ്റെ മെറ്റബോളിസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടീൻ മെറ്റബോളിസം ഇതൊരു കെമിക്കൽ ആയിട്ടുള്ളൊരു സൈക്കിളാണ്. ഓക്കെ, രാസപരമായിട്ടുള്ളൊരു സൈക്കിളാണ്. അതായത് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ എന്നതിന് ശേഷമുള്ള യൂസിങ് ദ കമ്പോണൻസ് ടു സിന്തസൈസിങ് ന്യൂ മോളിക്യൂൾസ് ടു ബി യൂസ്ഡ് ഇൻ ദ ബോഡി. അതിനുശേഷം കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് പുതിയ മോളിക്യൂൾസിനെ മീൻസ് ബിൽഡപ്പ് അനബോളിസം ഒക്കെ സിന്തസൈസ്, അതായത് പുതിയ മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ എന്താ പറയുക മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രോട്ടീൻസ് നിർമ്മിക്കപ്പെടുന്നു, അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെ ബ്രേക്ക് ഡൗണും. ഓക്കെ, അനബോളിസം ആൻഡ് കാറ്റബോളിസം. Okay, in that the process is also known as proteometabolism. ഈ പ്രോട്ടീന്റെ മെറ്റബോളിസം തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് proteometabolism. proteometabolism എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നിട്ട് പറയാം, protein metabolism is the chemical cycle of breaking down protein. അതായത് പ്രോട്ടീന്റെ ബ്രേക്ക് ഡൗൺ മീൻസ് കാറ്റബോളിസം ആൻഡ് യൂസിങ് ദ കമ്പോണൻസ് ടു സിന്തസൈസിങ് ന്യൂ മോളിക്യൂൾസ്. അതായത് അത് ഉപയോഗിച്ചിട്ട്, അതായത് ബ്രേക്ക് ഡൗൺ നടന്നതിന് ശേഷം പുതിയ എന്താ പറയുക പുതിയ വസ്തുക്കളെ ബിൽഡപ്പ് ചെയ്യുന്നതിന്, അതായത് പ്രധാനമായിട്ട് വരുന്നത് അമിനോ ആസിഡ്സ് കൂടി ചേരുന്നത്. ഓക്കെ, അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ട് അടുത്ത മോളിക്യൂൾ ഉണ്ടാകുന്നതിനെയാണ് അനബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് പ്രോട്ടിയോമെറ്റബോളിസം. അതായത് പ്രോട്ടീന്റെ ബ്രേക്ക് ഡൗൺ. ഓക്കെ, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, is it clear? Clear ആയോ? പ്രോട്ടിയോമെറ്റബോളിസം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക. പ്രോട്ടീൻ ആനബോളിസം എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രോട്ടീൻ ആനബോളിസം എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, that protein anabolism is the process by which proteins are formed from amino acids. ഓൾറെഡി പറഞ്ഞത് തന്നെ, അതായത് മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞത് തന്നെ. അതായത് ഇവിടെ എന്താണ് പ്രോട്ടീൻ ആനബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ട് പ്രോട്ടീൻസ് ഉണ്ടാകുന്നതിനെ അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആകുന്നതിനെയാണ് ആനബോളിസം എന്ന് വിളിക്കുന്നത്. ഇറ്റ് റിലൈസ് ഓൺ 5 പ്രോസസ്. ഇതിൽ ഒരു 5 പ്രോസസ്സ് അടങ്ങിയിട്ടുണ്ട്, 5 പ്രക്രിയകൾ അടങ്ങിയിട്ടുണ്ട് ഈ അമിനോ ആസിഡ്സ് കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിന്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അമിനോ ആസിഡ് സിന്തസിസ്. ആദ്യം അമിനോ ആസിഡ് സിന്തസൈസ് ആവണം. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ആൻഡ് പ്രോട്ടീൻ ഫോൾഡിംഗ്. ഒന്നുകൂടി പറയാം. Protein anabolism പറഞ്ഞിട്ടുണ്ടെങ്കിൽ protein anabolism is the process by which proteins are formed from amino acids. It relies on 5 processes. In that amino acid synthesis, transcription, translation, post translational modifications and protein folding. അതായത് പ്രോട്ടീൻ ആനബോളിസം എന്ന് പറഞ്ഞ പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രോട്ടീൻസ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നുള്ളത്. മീൻസ് അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഈ പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ് മീൻസ് ഇതിൽ എന്താ പറയുക പ്രോട്ടീൻ്റെ അനബോളിസത്തിൽ ഒരു 5 പ്രക്രിയകൾ അല്ലെങ്കിൽ 5 പ്രോസസ്സ് അടങ്ങിയിട്ടുണ്ട്. ആ പ്രോസസ്സിന്റെ പേരുകളാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അമിനോ ആസിഡ് സിന്തസിസ്, ദെൻ ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ട്രാൻസ്ലേഷൻ,
then post translational modifications and protein folding. അങ്ങനെ ഒരു 5 സ്റ്റെപ്പ് വഴി അല്ലെങ്കിൽ 5 പ്രോസസ്സ് വഴിയാണ് ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോട്ടീന്റെ അനബോളിസം നടക്കുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക പ്രോട്ടീൻ കാറ്റബോളിസം. പ്രോട്ടീൻ കാറ്റബോളിസം കൊടുക്കുക. In that, protein catabolism is the process by which proteins are broken down to their amino acids. This is also called proteolysis and can be followed by further amino acid degradation. Okay, അതായത് protein catabolism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the process by which proteins are broken down to their amino acids. അതായത് പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് എന്താകും, അതിൻ്റെതായ അമിനോ ആസിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ പ്രോസസ്സിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് പ്രോട്ടിയോലൈസിസ്. ഈ പ്രോസസ്സ് വഴി എന്താണ് അമിനോ ആസിഡ്സ് എന്താ പറയാ ലാസ്റ്റ് ഡീഗ്രേഡേഷൻ നടക്കുകയും ചെയ്യും. ഓക്കെ, മീൻസ് അമിനോ ആസിഡ്സ് നശിച്ചു പോവുകയും ചെയ്യും ലാസ്റ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. പ്രോട്ടീൻ കാറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ കാറ്റബോളിസം ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്രോട്ടീൻസ് ആർ ബ്രോക്കൺ ഡൗൺ ടു ദയർ അമിനോ ആസിഡ്സ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് പ്രോട്ടിയോലൈസിസ് and can be followed by further amino acid degradation. Okay, അതായത് പ്രോട്ടീൻ കാറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അതിൻ്റെതായ അമിനോ ആസിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രക്രിയയെ പ്രോട്ടിയോലൈസിസ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ഫോളോ ചെയ്ത ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അമിനോ ആസിഡ്സിന് ഡീഗ്രഡേഷനും നടക്കും. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് പ്രോട്ടീൻ മെറ്റബോളിസം. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുക്കുക കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അടുത്ത ഹെഡിങ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. Again, that carbohydrate metabolism is basically the metabolism of glucose and substances related to glucose. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത് ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളുടെയും മെറ്റബോളിസമാണ്. ഓക്കെ, എന്നിട്ട് പറയാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഈസ് ബേസിക്കലി ദ മെറ്റബോളിസം ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സബ്സ്റ്റൻസസ് റിലേറ്റഡ് ടു ഗ്ലൂക്കോസ്. അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുന്നത് പ്രധാനമായിട്ടും ഗ്ലൂക്കോസിന്റെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്റ്റൻസസിന്റെയും മെറ്റബോളിസമാണ്. Is it clear? Okay, carbohydrate metabolism is basically the metabolism of glucose and substances related to glucose. Okay, അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളുടെയും മെറ്റബോളിസമാണ്. ഓക്കെ, എന്നിട്ട് പറയാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളുടെയും മെറ്റബോളിസമാണ്. ഓക്കെ, ക്ലിയർ? ഇത് ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത പോയിന്റ് ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് മേ ബി സബ്ഡിവൈഡഡ് ഇൻ ദ ഫോളോവിങ് കാറ്റഗറീസ്. ഓക്കെ, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം ഓക്കെ അതിൽ വരുന്ന കുറച്ച് കാറ്റഗറീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് മേ ബി സബ്ഡിവൈഡഡ് ഇൻ ദ ഫോളോവിങ് കാറ്റഗറീസ്. അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ സബ് ഡിവിഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഗ്ലൈക്കോജെനിസിസ്. അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഗ്ലൈക്കോജെനിസിസ്. Okay, in that
ഇത് സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഗ്ലൈക്കോജെൻസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. അതായത് ഗ്ലൈക്കോജെൻസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെയാണ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയുന്നത്. ദ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. ഓക്കെ, അതായത് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെയാണ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയുന്നത്. ദ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. അതാണ് ഒന്നാമത്തെ പ്രോസസ്. ദെൻ രണ്ടാമത്തത് ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജീനോലൈസിസ്. ഒന്നാമത്തത് ഗ്ലൈക്കോജെനിസിസ്, അടുത്തത് ഗ്ലൈക്കോജീനോലൈസിസ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ബ്രേക്ക് ഡൗൺ ഓഫ് ലിവർ ആൻഡ് മസിൽ ഗ്ലൈക്കോജൻ. ബ്രാക്കറ്റില് ഹൈഡ്രോലൈസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസിലും അതുപോലെ തന്നെ ലിവറിലുമുള്ള ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗണിനെയാണ് ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ ഓഫ് ലിവർ ആൻഡ് മസിൽ ഗ്ലൈക്കോജൻ. ലിവറിലും അതുപോലെ തന്നെ മസിലിലുമുള്ള ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗണിനെയാണ് ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ബ്രാക്കറ്റിൽ ഹൈഡ്രോലൈസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. അതായത് ഗ്ലൈക്കോജന് ഹൈഡ്രോലൈസിസ് നടന്നിട്ട് എന്താകും? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകും. ഒന്നുകൂടി പറയാം. ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ലിവർ ആൻഡ് മസിൽ ഗ്ലൈക്കോജൻ ഇൻ ബ്രാക്കറ്റ് ഹൈഡ്രോലൈസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. അതായത് മസിലിലും ലിവറിലും ഉള്ള ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗൺ ഇനിയാണ് ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോജൻ എന്തായി മാറുകയാണ്? ഹൈഡ്രോലൈസിസ് നടന്നിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. Is it clear? Clear? Okay. Next, third point, മൂന്നാമത്തെ പ്രോസസ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് പേരുകൾ മാറിപ്പോകരുത്. ഒന്നാമത്തത് ഗ്ലൈക്കോജെനിസിസ്, രണ്ടാമത്തത് ഗ്ലൈക്കോജീനോലൈസിസ്, മൂന്നാമത്തത് ഗ്ലൈക്കോലിസിസ്. ഓക്കെ, ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the oxidation of glucose or glycogen to pyruvate by Embeden-Meyerhof pathway. Okay, അതായത് ഇവിടെ എന്താണ് നടക്കുന്നത്? ഗ്ലൈക്കോലൈസിസിൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ടു പൈറുവേറ്റ്. അതായത് ഗ്ലൂക്കോസിന്റെയോ അല്ലെങ്കിൽ ഗ്ലൈക്കോജന്റെയോ ഓക്സിഡേഷൻ നടന്നിട്ട് പൈറുവേറ്റ് ഉണ്ടാകുക. ഓക്കെ, പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സബ്സ്റ്റന്റ് ഉണ്ടാകുന്ന പ്രോസസ് ആണ്. ഓക്കെ, അതായത് എംബഡൻ-മേയർഹോഫ് പാത്വേ അതൊരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന, അതായത് ഈ എന്താ പറയുക, ഗ്ലൂക്കോസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലൈക്കോജനിൽ നിന്ന് ലാസ്റ്റ് പൈറുവേറ്റ് ഉണ്ടാകുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, അത് കണ്ടുപിടിച്ചത് എംബഡൻ-മേയർഹോഫ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അതിന് കുറെ പ്രോസസ് എല്ലാം ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കാനില്ല. ഓക്കെ, മീൻസ് നിങ്ങളുടെ സിലബസിൽ അത് കണ്ടിട്ടില്ല. അതായത് അതൊരു സൈക്കിൾ ആണ്. ഓക്കെ, അതായത് എന്താ പറയാ, എംബഡൻ-മേയർഹോഫ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു പ്രോസസ്സ്. അതായത് ഗ്ലൂക്കോസിൽ നിന്നും ലാസ്റ്റ് പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയ. ഓക്കെ, ഇവിടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ്സ്? ഗ്ലൈക്കോളിസിസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ എംബഡൻ-മേയർഹോഫ് പാത്വേ എന്ന് പറഞ്ഞ എംബഡൻ-മേയർഹോഫ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. മീൻസ് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവേറ്റ് ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ടു പൈറുവേറ്റ് ബൈ എംബഡൻ-മേയർഹോഫ് പാത്വേ. അതായത് ഇവിടെ എന്താണ്, ഗ്ലൂക്കോസിന്റെയും അല്ലെങ്കിൽ ഗ്ലൈക്കോജനോ ഓക്സിഡേഷൻ നടന്നിട്ട് പൈറുവേറ്റ് ഉണ്ടാകും. അതായത് ആ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച സൈക്കിൾ വഴി, ആ ഒരു പാത്വേ വഴി ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ടു പൈറുവേറ്റ്, അതിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ടു പൈറുവേറ്റ്. ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗ്ലൈക്കോജനോ അതിന് ഓക്സിഡേഷൻ നടന്നിട്ട് പൈറുവേറ്റ് ഉണ്ടാകുന്നതിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രക്രിയ ഇൻവോൾവ് ആയിരിക്കുന്നത് എംബഡൻ-മേയർഹോഫ് പാത്വേ. നിങ്ങൾ ആ പേര് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ആ ഒരു സയന്റിസ്റ്റിന്റെ പാത്വേ അല്ലെങ്കിൽ ആ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. Then fourth one,
മൂന്നാമത്തത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്. നാലാമത്തെ പ്രോസസ്സിന് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്. ഓക്കെ, ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. This is an alternate aerobic pathway to the embedded Markov pathway for oxidation of glucose. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എയറോബിക് പാത്വേ ആണ്. മീൻസ് ഓക്സിജൻ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പാത്വേ ആണ്. Okay, this is an alternate aerobic pathway to the embedded Markov pathway. അതായത് ഈ embedded Markov pathwayയുമായിട്ട് കണക്റ്റഡ് ആണ്. Okay, for oxidation of glucose. ഇവിടെ എന്താണ് നടക്കുന്നത്? ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ തന്നെയാണ് നടക്കുന്നത്. Okay, ജസ്റ്റ് മനസ്സിലാക്കുക. ഇവിടെയും ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇത് എംബഡഡ് മാർക്കോഫ് പാത്വേ ആയിട്ട് കണക്റ്റഡ് ആണ്. Okay, ഇതൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എയറോബിക് പാത്വേയും കൂടി ആണ്. എന്നിട്ട് പറയാം ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആൻ ഓൾട്ടർനേറ്റ് എയറോബിക് പാത്വേ to the embedded Markov pathway for oxidation of glucose. Okay, അതായത് ഇതൊരു എയറോബിക് പാത്വേ ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇടവിട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു എയറോബിക് ആയിട്ടുള്ള പാത്വേ, മീൻസ് ഓക്സിജൻ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പാത്വേ ആണ്. Okay, ഇത് എംബഡഡ് മാർക്കോഫ് പാത്വേയുമായിട്ട് കണക്റ്റഡ് ആണ്. എന്തിനാണെന്ന് വെച്ചാൽ ഫോർ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇത് ഇവിടെ എന്താണ് നടക്കുന്നത്? ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ തന്നെയാണ് നടക്കുന്നത്. എന്നിട്ട് വായിക്കാം ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ ഓൾട്ടർനേറ്റ് എറോബിക് പാത്വേ ടു ദി എംബഡഡ് മാർക്കോഫ് പാത്വേ ഫോർ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റത്തെ ഒന്നുകൂടി പറയാം. ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് ആണ് നാലാമത്തെ പ്രോസസ്. ഇൻ ദാറ്റ് ദിസ് ഈസ് ആൻ ഓൾട്ടർനേറ്റ് എറോബിക് പാത്വേ ടു ദി എംബഡഡ് മാർക്കോഫ് പാത്വേ. ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന പാത്വേ ആണ്, അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഫോർ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇവിടെ എന്താണ്? ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ തന്നെയാണ് നടക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തത് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ടു അസറ്റൈൽ എന്ന് കൊടുക്കുക. അടുത്ത പ്രോസസ്സ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ടു അസറ്റൈൽ. അസറ്റൈൽ ഹൈഫൻ ഇട്ടിട്ട് കോഎൻസൈം എ, COA എന്ന് കൊടുക്കുക. കോഎൻസൈം എ. എന്നിട്ട് പറയാം ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ടു അസറ്റൈൽ കോഎൻസൈം എ, COA എന്ന് കൊടുക്കുക. Okay, അസറ്റൈൽ COA. എന്താന്ന് നോക്കാം. The necessary step prior to the entry of the products of glycolysis into the citric acid cycle. Okay, അതായത് ഇതൊരു the necessary step prior to the entry of the products of glycolysis into the citric acid cycle. അതായത് ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രക്രിയയിലോട്ട്, വേറൊരു പ്രോസസ്സിലോട്ട് എൻട്രി ആകുന്നതിന് മുമ്പേ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റെപ്പ്, ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ടു അസറ്റൈൽ COA എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അതായത് ഒന്നുകൂടി പറയാം, ദ നെസസറി സ്റ്റെപ്പ് പ്രയോർ ടു ദി എൻട്രി ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഇൻ ടു ദി സിട്രിക് ആസിഡ് സൈക്കിൾ. അതായത് ഗ്ലൈക്കോളിസിന്റെ ഭാഗമായിട്ടുള്ള പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻട്രി ആകുന്നതിന് മുന്നേ ഉള്ള പ്രയോർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. Is it clear? Okay. Oxidation of pyruvate to acetyl COA എന്നാണ് പ്രോസസ്സിന്റെ പേര്. In that the necessary step prior to the entry of the products of glycolysis into the citric acid cycle. അതായത് ഗ്ലൈക്കോളിസിന്റെ ഭാഗമായിട്ടുള്ള പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻട്രി ആകുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റെപ്പാണിത്. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോസസ്സ്. ആ പ്രോസസ്സിലോട്ട് ഈ ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് എൻട്രി ആകുന്നതിന് മുൻപേ ഉള്ള ഒരു സ്റ്റെപ്പാണിത്. Is it clear? Okay. Then last one. അടുത്തത് ഗ്ലൂക്കോണിയോജെനിസിസ്. പേര് മാറിപ്പോവരുത്, ഗ്ലൂക്കോണിയോജെനിസിസ്. അതായത് ഒന്നാമത്തത്
ഗ്ലൈക്കോജെനിസിസ്. ഒന്നാമത്തത് ഗ്ലൈക്കോജെനിസിസ്, രണ്ടാമത്തത് ഗ്ലൈക്കോജീനോലൈസിസ്, മൂന്നാമത്തത് ഗ്ലൈക്കോലിസിസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോണിയോജെനിസിസ്. ഗ്ലൂക്കോണിയോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്. അതായത് നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന്, നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നും ഈ എന്താ പറയുക ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ രൂപം കൊള്ളുന്ന ആ ഒരു സ്റ്റെപ്പാണ് ഗ്ലൂക്കോണിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറയാം. ഗ്ലൂക്കോണിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്. അതായത് നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്രോതസ്സിൽ നിന്നും ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗ്ലൈക്കോജനോ രൂപം കൊള്ളുന്നതിനെയാണ് ഗ്ലൂക്കോണിയോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്. നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ രൂപം കൊള്ളുന്നതിനെയാണ് ഗ്ലൂക്കോണിയോജെനിസിസ് എന്ന് വിളിക്കുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ. ഓക്കെ, ഒന്നുകൂടി പറയാം. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഈസ് ബേസിക്കലി ദ മെറ്റബോളിസം ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സബ്സ്റ്റൻസസ് റിലേറ്റഡ് ടു ഗ്ലൂക്കോസ്. അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്റ്റൻസസിന്റെ ഘടകങ്ങളുടെയും മെറ്റബോളിസം ആണ്. ഈ മെറ്റബോളിസത്തിൽ ഒരു 5 കാറ്റഗറീസ് അല്ലെങ്കിൽ ഒരു 5 പ്രോസസ്സ് അടങ്ങിയിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഗ്ലൈക്കോജെനിസിസ്, then ഗ്ലൈക്കോജീനോലൈസിസ്, then ഗ്ലൈക്കോലൈസിസ്, then ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്, then oxidation of pyruvate to acetyl CoA, then ഗ്ലൂക്കോണിയോജെനിസിസ്. ഇത്രയും സ്റ്റെപ്സ് 6 സ്റ്റെപ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. Is it clear? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എടുക്കുക, ലിപ്പിഡ് മെറ്റബോളിസം. അടുത്തത് ലിപ്പിഡ് മെറ്റബോളിസം. In that, lipid metabolism is the synthesis and degradation of lipids in cells involving the breakdown or storage of fats for energy and the synthesis of structural and functional lipids such as those involved in the construction of cell membranes. ഓക്കെ, അതായത് ലിപ്പിഡ് മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ്സിന്റെ സിന്തസിസ് മീൻസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡീഗ്രഡേഷൻ മീൻസ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, അതായത് കോശത്തിലുള്ള ലിപ്പിഡ്സിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അതിന്റെ ഡീഗ്രഡേഷൻ മീൻസ് അതിന്റെ ബ്രേക്ക് ഡൗൺ, അതിനെയാണ് ലിപ്പിഡ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഇൻവോൾവിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓർ സ്റ്റോറേജ് ഓഫ് ഫാറ്റ്സ് ഫോർ എനർജി ആൻഡ് ദ സിന്തസിസ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിപ്പിഡ്സ്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കും അല്ലെങ്കിൽ എന്താണ് സ്റ്റോറേജ് ഓഫ് ഫാറ്റിനെ സ്റ്റോർ ചെയ്തിട്ട് എനർജിയുടെ രൂപത്തിലാക്കും. സ്റ്റോറേജ് ഫാറ്റ്സ് ഫോർ എനർജി ആൻഡ് ദ സിന്തസിസ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിപ്പിഡ്സ്. അത് ഉപയോഗിച്ചിട്ട് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ലിപ്പിഡ്സിന്റെ ഉൽപാദനമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. Then such as those involved in the construction of cell membranes. അതായത് സെൽ മെംബ്രെയിൻസിന്റെ ബിൽഡപ്പിന് കൺസ്ട്രക്ഷന് സഹായിക്കുന്ന രീതിയിലുള്ള ലിപ്പിഡ്സിന്റെ ഉൽപാദനമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് പറയാം, ലിപ്പിഡ് മെറ്റബോളിസം ഈസ് ദ സിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ സെൽസ്, ഇൻവോൾവിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓർ സ്റ്റോറേജ് ഓഫ് ഫാറ്റ്സ് ഫോർ എനർജി ആൻഡ് ദ സിന്തസിസ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിപ്പിഡ്സ് such as those involved in the construction of cell membranes. അതായത് ലിപ്പിഡ് മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ്സിന്റെ ഉൽപാദനം അതുപോലെ തന്നെ അതിന്റെ ബ്രേക്ക് ഡൗൺ, കോശത്തിലുള്ള ലിപ്പിഡ്സിന്റെ ഉൽപാദനവും ലിപ്പിഡ്സിന്റെ ബ്രേക്ക് ഡൗണിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എന്താ പറയുക, ഫാറ്റിന്റെ ഒന്നെങ്കിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുക അല്ലെങ്കിൽ ഫാറ്റിന്റെ സ്റ്റോറേജ് നടന്നിട്ട് ഫാറ്റ് എനർജിയുടെ രൂപത്തിലേക്ക് സ്റ്റോർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിപ്പിഡ്സിന്റെ ഉൽപാദനമൊക്കെയാണ് നടക്കുന്നത്. അതായത് സെൽ മെംബ്രെയിന്റെ ബിൽഡപ്പിനായിട്ടുള്ള രീതിയിലുള്ള സ്ട്രക്ചറിലും ഫങ്ഷനിലൊക്കെ ആയിട്ടുള്ള ലിപ്പിഡ്സിന്റെ ഉൽപാദനമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. Is it clear? ഒന്നുകൂടി പറയാം, ലിപ്പിഡ് മെറ്റബോളിസം ഈസ് ദ സിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ സെൽസ്. അതായത് കോശത്തിലുള്ള ലിപ്പിഡ്സിന്റെ
പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ തന്നെയാണ് ലിപ്പിഡ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഫാറ്റിന്റെ സ്റ്റോറേജ് നടന്നിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിപ്പിഡ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്തിന് സെൽ മെംബ്രെയിൻസിന്റെ ബിൽഡപ്പിന് സഹായിക്കുന്ന രീതിയിലുള്ള സെൽ മെംബ്രെയിന്റെ ബിൽഡപ്പിന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് സഹായിക്കുന്ന രീതിയിലുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ലിപ്പിഡ്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. Is it clear? Clear ആയോ? Okay. Next point. Most of the energy in fats is contained in the long hydrocarbon chains of fatty acids. The fatty acids are oxidized in mitochondria of liver cells and skeletal muscles. During this process, two carbon fragments are removed sequentially to generate acetyl CoA, means coenzyme A, which enters the citric acid cycle for production of ATP. Okay, അതായത് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് most of the energy in fat is contained in the long hydrocarbon chains of fatty acids. Okay, അതായത് ഈ ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന എനർജി എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റി ആസിഡ്സിന്റെ ഒരു ലോങ് ചെയിനിലാണ്, അതായത് ഹൈഡ്രോകാർബൺ ചെയിനിലാണ് അടങ്ങിയിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ എനർജി ഇൻ ഫാറ്റ്സ്, അതായത് ഫാറ്റിലുള്ള കൂടുതൽ എനർജിയും അടങ്ങിയിരിക്കുന്നത് ഫാറ്റി ആസിഡ്സിന്റെ ലോങ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ചെയിനിലാണ്. ഓക്കെ, ഫാറ്റി ആസിഡ്സിന്റെ ലോങ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ചെയിനിലാണ് ഫാറ്റിൻ്റെതായ കൂടുതൽ അളവിലുള്ള എനർജിയും അടങ്ങിയിരിക്കുന്നത്. Then the fatty acids are oxidized in mitochondria of liver cells and skeletal muscles. അതായത് സ്കെലറ്റൽ മസിൽസിലും അതുപോലെ തന്നെ ലിവർ സെൽസിലുമുള്ള മൈറ്റോകോൺട്രിയയിലാണ് ഈ ഫാറ്റി ആസിഡ്സ് ഓക്സിഡേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നിർവീര്യമാകുന്നത്. എന്നുകൊണ്ട് പറയാം, സ്കെലറ്റൽ മസിൽസിലും അതുപോലെ തന്നെ ലിവർ സെൽസിലുമുള്ള മൈറ്റോകോൺട്രിയയിലാണ് ഫാറ്റി ആസിഡ്സ് ഓക്സിഡൈസേഷൻ നടക്കുന്നത്. Then during this process, two carbon fragments are removed sequentially to generate acetyl coenzyme A. അതായത് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ, മീൻസ് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ, ഫാറ്റി ആസിഡ്സിന്റെ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്താ പറയുക, രണ്ട് കാർബൺ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നീക്കപ്പെടും. എന്നിട്ട് എന്താകും, അവിടെ അസറ്റൈൽ കോഎൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടും. Then which enters the citric acid cycle. അത് എന്തിലോട്ട് എൻട്രി ആകും, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രോസസ്സിലോട്ട് എൻട്രി ആകും. ഓക്കെ, അങ്ങനെ ATP ഉൽപ്പാദിപ്പിക്കപ്പെടും, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ആകും. ഒന്നുകൂടി പറയാം, മോസ്റ്റ് ഓഫ് ദ എനർജി ഇൻ ഫാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻസ് ഓഫ് ഫാറ്റി ആസിഡ്സ്. അതായത് ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന കൂടുതൽ എനർജിയും എന്താ പറയാ, ഫാറ്റി ആസിഡ്സിന്റെ ഒരു ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻസിലാണ് അടങ്ങിയിരിക്കുന്നത്. ഫാറ്റി ആസിഡ്സിന്റെ ഒരു ലോങ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ചെയിനിലാണ് ഫാറ്റിൻ്റെതായ കൂടുതൽ എനർജിയും അടങ്ങിയിരിക്കുന്നത്. Then the fatty acids are oxidized in mitochondria of liver cells and skeletal muscles. ഈ ഫാറ്റി ആസിഡ്സ് സ്കെലറ്റൽ മസിൽസിലെയും അതുപോലെ തന്നെ ലിവർ സെൽസിലെയും മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് എന്താകും, ഓക്സിഡൈസേഷൻ നടക്കും. ഓക്കെ, ഈ പ്രോസസ് ഡ്യൂറിങ് ദിസ് പ്രോസസ്, ഈ പ്രോസസ്സ് നടക്കുമ്പോൾ രണ്ട് കാർബൺ ഫ്രാഗ്മെന്റ്സ് എന്താകും, ഇതിൽ നിന്ന് നീക്കപ്പെടും, ഈ ചെയിനിൽ നിന്ന് നീക്കപ്പെടും. അങ്ങനെ അസറ്റൈൽ CoA ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഈ അസറ്റൈൽ കോഎൻസൈം A എന്താകും, സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻട്രി ആകും, സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് പ്രവേശിക്കും. അതിനുശേഷം എന്താകും, ATP ഉൽപ്പാദിപ്പിക്കപ്പെടും. Is it clear? During this process, two carbon fragments are removed sequentially to generate acetyl CoA, which enters the citric acid cycle for production of adenosine triphosphate, means ATP. അതായത് ഈ പ്രോസസ്സ് ഓക്സിഡൈസേഷൻ, ഫാറ്റി ആസിഡ്സിന്റെ ഓക്സിഡേഷൻ നടക്കുന്ന ആ പ്രോസസ്സ് നടക്കുമ്പോൾ രണ്ട് കാർബൺ ഫ്രാഗ്മെന്റ്സ് എന്താകും,
ഇതിൽ നിന്ന് ആ ഒരു ലോങ് ചെയിനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും, റിമൂവ് ആകും. എന്നിട്ട് എന്താകും, ഒരു അസറ്റൈൽ CoA എന്താകും, ജനറേറ്റ് ആകും, മീൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്കെ, ഈ അസറ്റൈൽ CoA എന്ത് ചെയ്യും, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്രോസസ്സിലോട്ട് എൻട്രി ആകും. സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻട്രി ആകും, പ്രവേശിക്കും. അങ്ങനെ എന്താകും, ATP ഉൽപ്പാദിപ്പിക്കപ്പെടും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് മെറ്റബോളിസം. അബ്നോർമൽ മെറ്റബോളിസം എന്ന് മെയിൻ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സിലബസിൽ അബ്നോർമൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ബ്രീഫ് കൺസെപ്റ്റ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ മെറ്റബോളിസം. അബ്നോർമൽ മെറ്റബോളിസം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അബ്നോർമൽ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഡിസീസ് കണ്ടീഷൻസ് ആണ്. ഡിസീസ് കണ്ടീഷൻസ് ഓൾറെഡി പഠിച്ചതാണ്. പ്രോട്ടീനായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് കണ്ടീഷൻ പഠിച്ചു, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് കണ്ടീഷൻ പഠിച്ചു, ദെൻ ലിപ്പിഡ്സ്. ഓക്കെ, ഏതൊക്കെയാണ് പ്രോട്ടീനായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ്? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. ഓൾറെഡി പഠിച്ചതാണ് ചാപ്റ്റേഴ്സിൽ. യെസ്, അത് തന്നെ. അതായത് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്. ക്ലിയർ ആയോ? അങ്ങനെ ഓരോ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. ലിപ്പിഡ്സ്, അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്, ലിപ്പിഡുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. അതാണ് അബ്നോർമൽ മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസ് കണ്ടീഷൻസ് ആണ് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയാണ് എന്താ പറയാ നിങ്ങളുടെ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ പോർഷൻ ഇത്രയാണ് വരുന്നത്. യൂണിറ്റ് 5 തന്നെയാണ് അടുത്ത ഹെഡിങ് വരുന്നത്, അതായത് പാത്തോളജിന്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇത്രയാണ് ബയോ കെമിസ്ട്രി പോർഷൻ. ക്ലിയർ ആയോ? ഓക്കെ, അതായത് യൂണിറ്റ് 5 തന്നെ 2 ഹെഡിങ് ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തത് ഈ ബയോ കെമിസ്ട്രിന്റെ ഹെഡിങ്, അതാണ് ഇത്. ഓക്കെ, ഇത് കവർ ആയിട്ടുണ്ട്. ഇനി വരുന്ന ലാസ്റ്റത്തെ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു പാത്തോളജി ഓഫ് ബ്ലഡ് ആൻഡ് യൂറിൻ എന്ന് പറഞ്ഞ അടുത്ത ഹെഡിങ്. മീൻസ് ഇവിടെ തൊട്ടാണ് പാത്തോളജിന്റെ പാത്തോളജി വരുന്നത്. ഓക്കെ, മീൻസ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര് ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി എന്നാണ്. ഓക്കെ, പാത്തോളജി വരുന്നത് അടുത്ത സെക്ഷനിലാണ്. ക്ലിയർ ആയോ? ഇത്രയാണ് ബയോ കെമിസ്ട്രി പോർഷൻ. ക്ലിയർ? ഓക്കെ, അടുത്ത അവർ ബാക്കി കണ്ടിന്യൂ ചെയ്യാം.